ഹൈ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ദ 100 ട്രേഡിംഗ് റൂൾ. നിങ്ങൾ ഒരു 5-10 ട്രേഡ് നഷ്ടം വരുന്ന സമയത്ത് നിങ്ങൾ ട്രേഡിംഗ് ക്വിറ്റ് ചെയ്യുന്ന ഒരാളാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്ട്രാറ്റജി മാറ്റുന്ന ഒരാളാണോ എങ്കിൽ ഈ ഒരു വീഡിയോ ഡെഫിനറ്റ്ലി മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കാം. ഡെഫിനറ്റ്ലി ഇതൊരു ചേഞ്ച് നിങ്ങളിൽ കൊണ്ടുവരുമെന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു. സോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വൈ മോസ്റ്റ് ട്രേഡേഴ്സ് ഫെയിൽ, എന്തുകൊണ്ട് ഏറ്റവും കൂടുതൽ ട്രേഡേഴ്സ് ഫെയിൽ ആകുന്നു. ആസ് പെർ സെബിയുടെ ഒരു കണക്ക് പ്രകാരം 90% ട്രേഡേഴ്സും ഫെയിൽ ആകാറാണ് ചെയ്യുന്നത്. ഇതിന് മെയിനായിട്ടുള്ളൊരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രേഡേഴ്സ് ക്വിറ്റ് ആഫ്റ്റർ 5 or 10 ലൂസിങ് ട്രേഡ്സ്. ഒരു 5-10 ട്രേഡ് കണ്ടിന്യൂസ്ലി നഷ്ടങ്ങൾ വരുന്ന സമയത്ത് അവർ ക്വിറ്റ് ചെയ്യും. അവർ ക്വിറ്റ് ചെയ്യുന്ന സമയത്ത് അവരെന്ത് ചെയ്യും? ബ്ലെയിം സ്ട്രാറ്റജി ഓർ മാർക്കറ്റ് മാനിപ്പുലേഷൻ. അവർ എൻ്റെ കയ്യിലുള്ള സ്ട്രാറ്റജി വർക്കാകില്ല, അത് ക്യാൻഡിസ്റ്റിക് വർക്കാവുന്നില്ല, ഇതൊക്കെ തട്ടിപ്പാണ്, പ്രൈസ് ആക്ഷൻ വർക്ക് ചെയ്യുന്നില്ല, ഇതൊക്കെ ട്രാപ്പാണ്, മാർക്കറ്റ് മാനിപ്പുലേറ്റ് ചെയ്യുന്നു, ബാങ്ക് നിഫ്റ്റിയൊക്കെ ഫുൾ തട്ടിപ്പാണ്, ഫുൾ റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ ക്യാഷ് എടുക്കുകയാണ് എന്ന രീതിയിൽ മാർക്കറ്റിനെ ബ്ലെയിം ചെയ്യും. സ്വന്തമായിട്ട് റെസ്പോൺസിബിലിറ്റി, നഷ്ടത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി അവർ എടുക്കില്ല. ശരിക്കും സത്യാവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ നെവർ ഗിവ് ദ സിസ്റ്റം എ റിയൽ ചാൻസ്. അതായത് നിങ്ങളുടെ ട്രേഡിംഗ് സ്ട്രാറ്റജി, നിങ്ങളുടെ ട്രേഡിംഗ് സിസ്റ്റത്തിൽ ഒരു റിയൽ ചാൻസ് നിങ്ങൾ കൊടുത്തിട്ടില്ല. നിങ്ങൾ ജസ്റ്റ് ഒരു 5-10 ട്രേഡ് ചെയ്യുന്ന സമയത്ത് നഷ്ടം വരുന്ന സമയത്ത് നിങ്ങൾ എന്താണ്? ക്വിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നോർമലി ഒരു ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 70% ഒരു സ്ട്രാറ്റജി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കറിയാം 100 ട്രേഡ് എടുക്കുന്ന സമയത്ത് 70 ട്രേഡ് വിൻ ചെയ്യും 70% അക്യുറസിയിൽ, 30 ട്രേഡ് ലൂസ് ഉണ്ടാവും, അല്ലേ, നഷ്ടം വരും. അപ്പോൾ ആ ഒരു 30 ട്രേഡിൽ ചിലപ്പം 10 ട്രേഡ് ചിലപ്പോൾ നിങ്ങൾക്ക് ആദ്യം നിങ്ങൾ ആ ഒരു സ്ട്രാറ്റജി ടെസ്റ്റ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ നഷ്ടം വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഇനി ഇത് വർക്ക് ചെയ്യില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ക്വിറ്റ് ചെയ്യും. ആക്ച്വൽ ട്രൂത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളത് റിയൽ ചാൻസ് ആ ഒരു സ്ട്രാറ്റജിക്ക് നിങ്ങൾ കൊടുത്തിട്ടില്ല, ആ ഒരു സിസ്റ്റത്തിന്. അതാണ് ആക്ച്വൽ ആയിട്ടുള്ളൊരു പ്രോബ്ലം, റൈറ്റ്? അപ്പോൾ ഇതിനുള്ളൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ 100 ട്രേഡിംഗ് റൂൾ, ഇൻട്രൊഡ്യൂസിങ് ദ 100 ട്രേഡിംഗ് റൂൾ. 100 ട്രേഡിംഗ് റൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോണ്ട് ജഡ്ജ് യുവർ സ്ട്രാറ്റജി അണ്ടിൽ യു ഹാവ് ടേക്കൺ 100 ട്രേഡ്സ്. 100 ട്രേഡ് എടുക്കുന്നതിന് മുൻപ് നിങ്ങളുടെ സ്ട്രാറ്റജിനെ നിങ്ങൾ ജഡ്ജ് ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ കയ്യിലൊരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ആ ഒരു സെറ്റപ്പിൽ, ആ ഒരു സിസ്റ്റത്തിൽ 100 ട്രേഡ് മിനിമം എടുത്തിരിക്കുക. അത് കഴിഞ്ഞിട്ട് മാത്രം നിങ്ങളുടെ സ്ട്രാറ്റജീനെ അനലൈസ് ചെയ്യുക. ഇതാണ് 100 ട്രേഡിംഗ് റൂൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിൽഡ് എ സ്ട്രോങ് സാമ്പിൾ സൈസ് ഫോർ അക്യുറേറ്റ് അനാലിസിസ്. 100 ട്രേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ വലിയൊരു സാമ്പിൾ സൈസാണ്. നമുക്ക് മാർക്കറ്റിനെ 100 ട്രേഡ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. മാർക്കറ്റിനല്ല, നമ്മുടെ സിസ്റ്റത്തിനെ, നമ്മുടെ ട്രേഡിംഗ് സ്ട്രാറ്റജീനെ. അപ്പോൾ ഈ ഒരു 100 ട്രേഡ് എടുക്കുന്ന സമയത്ത് നമുക്കറിയാം ഒരു ദിവസം ഒരു ട്രേഡാണ് എടുക്കുന്നതെങ്കിൽ ഏകദേശം ഒരു 5 മാസത്തോളം വേണം 100 ട്രേഡ് എടുക്കണമെങ്കിൽ, അല്ലേ? അപ്പോൾ നമുക്ക് ആ ഒരു 100 ട്രേഡ് എടുക്കുന്നതിനോട് വെച്ച് നമുക്ക് അവിടെ നല്ലൊരു പേഷ്യൻസ് നമുക്ക് അവിടെ ഡെവലപ്പ് ചെയ്യും. പേഷ്യൻസ് പ്ലസ് ഡാറ്റ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഒരു ഡാറ്റ എന്ന് പറയുന്നത് നിങ്ങളുടെ ഡാറ്റയാണ്, നിങ്ങളുടെ സ്വന്തമായിട്ട് ഉള്ള ഒരു ഡാറ്റയാണ്, നിങ്ങളുടെ ട്രേഡിങ്ങിലുള്ള ഡാറ്റയാണ്. ഇത് നമുക്ക് അല്ലെങ്കിൽ ഏത് കോഴ്സിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വില കൊടുത്ത് മേടിക്കാൻ വേണ്ടി പറ്റില്ല. നിങ്ങൾ ഇത് 100 ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ മാത്രം നിങ്ങൾക്ക് കിട്ടുന്നൊരു കാര്യമാണ് ഈ ഒരു ഡാറ്റ. ഓക്കെ, അതാണ് നിങ്ങളുടെ എഡ്ജ്. പേഷ്യൻസ് പ്ലസ് ഡാറ്റ. നിങ്ങൾ 100 ട്രേഡ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ആ ഒരു ഡാറ്റകൾ നിങ്ങൾക്ക് കിട്ടും. എന്തൊക്കെ ഡാറ്റകൾ നമുക്ക് കിട്ടും? ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് ഹാപ്പൻസ് ഇൻ 100 ട്രേഡ്സ്. ഒന്ന് പറയുകയാണെങ്കിൽ യു ഫേസ് ഓൾ ടൈപ്സ് ഓഫ് മാർക്കറ്റ് കണ്ടീഷൻസ്. നിങ്ങൾ ആദ്യത്തെ ഒരാഴ്ച നിങ്ങൾ ക്വിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ മാർക്കറ്റിൻ്റെ ജസ്റ്റ് 1 ഫേസ് മാത്രമേ കണ്ടിട്ടുണ്ടാകുള്ളൂ. ചിലപ്പോൾ അതൊരു ബിയർ മാർക്കറ്റ് ആയിരിക്കാം, ചിലപ്പോൾ ഒരു ട്രാപ്പ് മാർക്കറ്റ് ആയിരിക്കാം, ചിലപ്പോൾ ഒരു ഹൈ വോളാറ്റൈൽ മാർക്കറ്റ് ആയിരിക്കും. അത് മാത്രമേ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുള്ളൂ, ബാക്കിയുള്ളതൊന്നും കണ്ടിട്ടുണ്ടാകില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു 100 ട്രേഡ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു ഡ്യൂറേഷനിൽ യു ഫേസ് ഓൾ ടൈപ്സ് ഓഫ് മാർക്കറ്റ് കണ്ടീഷൻസ്. നിങ്ങൾ ബുള്ളിഷ് മാർക്കറ്റ് കണ്ടിട്ടുണ്ടാകും, ബിയറിഷ് മാർക്കറ്റ് കണ്ടിട്ടുണ്ടാകും, ബുൾ ട്രാപ്പുകൾ കണ്ടിട്ടുണ്ടാകും, ബിയർ ട്രാപ്പുകൾ കണ്ടിട്ടുണ്ടാകും, സൈഡ് വേസ് മാർക്കറ്റ് കണ്ടിട്ടുണ്ടാകും, ഹൈ വോളാറ്റൈൽ മാർക്കറ്റ് ഉണ്ടാകും, ലോ വോളാറ്റൈൽ മാർക്കറ്റ് ഉണ്ടാകും, മീഡിയം വോളാറ്റൈൽ മാർക്കറ്റ്. ന്യൂസ് ബേസിൽ എങ്ങനെയാണ് മാർക്കറ്റ് മൂവ്മെൻറ്റ് ചെയ്യുന്നുള്ളത്, ഇവൻറ്റ് ബേസിൽ എങ്ങനെയാണ് മാർക്കറ്റ് മൂവ്മെൻറ്റ് ചെയ്യുന്നുള്ളത്. ഓപ്ഷൻ ട്രേഡിംഗ് ചെയ്യുന്ന സമയത്ത് ഹൈലി തീറ്റ ഡിക്ക് ഉണ്ടാകുന്ന മാർക്കറ്റുകൾ കണ്ടിട്ടുണ്ടാകും, അല്ലേ? ഇതൊക്കെ നിങ്ങൾ കാണും ഈ ഒരു 100 ട്രേഡ് എടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു 5 മാസത്തെ ഈ ഒരു കാലയളവിൽ. ഒരു ദിവസം ഒരു ട്രേഡാണ് എടുക്കുന്നതെങ്കിൽ, ഒരു ദിവസം 2 ട്രേഡാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു 3 മാസത്തിനുള്ളിൽ ചെയ്യാൻ വേണ്ടി പറ്റും, 2.5 മാസത്തിനുള്ളിൽ, അല്ലേ? 2 ട്രേഡ് എടുക്കുകയാണെങ്കിൽ ആ ഒരു 2.5 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് പല മാർക്കറ്റ് ഫേസുകൾ നിങ്ങൾക്ക് മാർക്കറ്റ് കണ്ടീഷൻസും ഫേസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം. രണ്ടാമത്തെ കണ്ടിട്ടുണ്ട് യു ടെസ്റ്റ് യുവർ ഇമോഷണൽ കൺട്രോൾ. നിങ്ങളുടെ ഇമോഷണലിൻ്റെ സ്റ്റെബിലിറ്റി നിങ്ങൾ ആ ഒരു കൺട്രോൾ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. 100 ട്രേഡിങ് സമയത്ത് എന്തൊക്കെയാണ് ഞാൻ
എന്തൊക്കെ മിസ്റ്റേക്കുകളാണ് ഞാൻ ചെയ്യുന്നത്, എന്തൊക്കെ ഇമോഷൻസാണ് എനിക്ക് വരുന്നത്, ലൈവ് മാർക്കറ്റിൽ എങ്ങനെയാണ് ഞാൻ ബിഹേവ് ചെയ്യുന്നത്, ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് സമയത്ത് എന്തൊക്കെയാണ് എൻ്റെ ഇമോഷൻസ്, ഒരു ലോസ് ബുക്ക് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് എൻ്റെ ഇമോഷൻസ്, ഇതൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. ബട്ട് നമ്മളൊരു 5-10 ട്രേഡ് എടുക്കുന്ന സമയത്ത് നമുക്കിതൊന്നും പോസിബിൾ അല്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ആസ് ഒരു ലക്ക് ബേസിലൊക്കെ ആയിരിക്കും നിങ്ങൾ ട്രേഡുകൾ എടുക്കുന്നുണ്ട്. ഒരു 5 ട്രേഡിലൊന്നും ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ പോസിബിലിറ്റി അല്ല. ബട്ട് ഒരു വലിയൊരു സാമ്പിൾ സൈസ്, അതൊരു 100 ട്രേഡ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഇതൊക്കെ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ. ആൻഡ് താഴെ പറഞ്ഞ മൂന്നാമത്തെ കാര്യം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യു കളക്ട് ദ റിയൽ സ്റ്റാറ്റിസ്റ്റിക്. റിയൽ സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ട്രാറ്റജികൾ നിങ്ങൾ യൂസ് ചെയ്ത് സ്വന്തമായിട്ട് ട്രേഡ് എടുക്കുന്ന സമയത്ത് എന്താണ് എൻ്റെ വിൻ റേറ്റ്, എൻ്റെ എന്ന് ഉദ്ദേശിച്ചത് എൻ്റെ വിൻ റേറ്റ് എന്താണ്, എൻ്റെ റിസ്ക് റിവാർഡ് റേഷ്യോ, എങ്ങനെ എനിക്ക് ഡ്രോ ഡൗൺ വരുന്നു മാർക്കറ്റിൽ, ഡ്രോ ഡൗൺ ഫേസ് എന്ന് പറഞ്ഞാൽ ഒരു ലോസിങ് ഫേസ് വരുന്നു, ആൻഡ് എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ പഠിച്ചു, ഈ കാര്യങ്ങളൊക്കെ നമുക്കൊരു റിയൽ സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് അവിടെ കിട്ടും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഡാറ്റകളൊന്നും നമുക്കൊരിക്കലും വില കൊടുത്ത് മേടിക്കാൻ വേണ്ടി പറ്റില്ല. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് പ്രാക്ടിക്കലി ട്രേഡ് എടുത്തു കഴിഞ്ഞ്, അതും ഒരു വലിയൊരു സാമ്പിൾ സൈസിൽ 100 ട്രേഡൊക്കെ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുള്ളൂ. അല്ലാതെ 5-10 ട്രേഡ് എടുത്തിട്ട് നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാകില്ല എന്താണ് വിൻ റേറ്റ് എന്നുള്ളത്. ചിലപ്പോൾ 5-10 ട്രേഡ് ചിലപ്പോൾ നമുക്ക് കണ്ടിന്യൂസ്ലി പ്രോഫിറ്റ് ആയിരിക്കാം, ബട്ട് സ്റ്റിൽ നമുക്ക് റിയൽ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടാകില്ല എങ്ങനെയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു 100 ട്രേഡ് എടുക്കുന്ന സമയത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്കവിടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ. ആൻഡ് സോ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ വൈ മോസ്റ്റ് ക്വിറ്റ് എയർലി. എല്ലാവരും എന്തുകൊണ്ട് നേരത്തെ അവസാനിപ്പിക്കുന്നു ട്രേഡിംഗ് എന്നുള്ളത്. ഒന്ന്, ഇമോഷണൽ ട്രേഡിംഗ് ആഫ്റ്റർ എ സ്മോൾ സാമ്പിൾ സൈസ്. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ഒരു 5-10 ട്രേഡ് എടുത്തു കഴിഞ്ഞ് അവർ കറക്റ്റായിട്ട് മാർക്കറ്റിനെ അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള ട്രേഡിംഗ് സിസ്റ്റത്തിനെ അനലൈസ് ചെയ്യുന്നതിന് പകരം ഇമോഷണലി ട്രേഡുകൾ കൺസിഡർ ചെയ്യും. അതെ, ഞാൻ മുൻപും പല വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ, നമ്മൾ പ്രോഫിറ്റ് എടുത്തു നെക്സ്റ്റ് ലോസ് വരുന്ന സമയത്ത് അത് അക്സെപ്റ്റ് ചെയ്യാതെ, സിസ്റ്റത്തിൽ വിശ്വസിക്കാതെ, ഇതൊരു സാമ്പിൾ സൈസ് ആണെന്ന് മനസ്സിലാക്കാതെ നെക്സ്റ്റ് റിവഞ്ച് ട്രേഡ് സ്റ്റാർട്ട് ചെയ്യും. ഒരു ലോസ് വരുന്ന സമയത്ത് അത് അക്സെപ്റ്റ് ചെയ്യാതെ വീണ്ടും വലിയ നഷ്ടങ്ങളിലോട്ട് പോകും. പിന്നീട് ആ ഒരു ലൂപ്പ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഇതുപോലുള്ള ഒരു റൂൾസ്, ഒരു 100 ട്രേഡ്സ് റൂൾസ് മനസ്സിലാക്കി ചെയ്യുവാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. പിന്നെ ഇത് നെക്സ്റ്റ് ചേസിങ് പെർഫെക്ഷൻ, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈവൻ എൻ്റെ കാര്യത്തിലാണെങ്കിലും ഞാൻ സ്റ്റാർട്ടിങ്ങിലൊക്കെ വളരെ പെർഫെക്ഷൻ, അതായത് ഏത് ട്രേഡ് എടുത്താലും എനിക്ക് വളരെ പെർഫെക്റ്റായിട്ട് കിട്ടണം എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു. ഞാൻ എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഉടനെ പ്രോഫിറ്റിലോട്ട് പോകണം എന്നുള്ള ചിന്തയുണ്ട്. ആൻഡ് നമുക്ക് കറക്റ്റായിട്ട് അത്രയും പെർഫെക്ഷനോടെ ട്രേഡ് എടുത്താൽ മാത്രമേ പ്രോഫിറ്റ് എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ചിന്തകൾ. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, നമ്മൾ ചേസിങ് പെർഫെക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കയ്യിലുള്ള സിസ്റ്റത്തിനെ വിശ്വസിച്ചാൽ മാത്രം മതി. ഓക്കെ. പിന്നെയുള്ളത് നോ ട്രസ്റ്റ് ഇൻ സിസ്റ്റം. നിങ്ങളുടെ കയ്യിലുള്ള ട്രേഡിംഗ് സ്ട്രാറ്റജീനെ അല്ലെങ്കിൽ സിസ്റ്റത്തിന് വിശ്വാസമില്ല. ഒരു 5 ട്രേഡ് ലോസ് വരുന്ന സമയത്ത് നിങ്ങളിപ്പോൾ എന്താണോ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി, പ്രൈസ് ആക്ഷൻ ആണെങ്കിൽ പ്രൈസ് ആക്ഷൻ ഇപ്പോൾ മാറ്റിയിട്ട് ഇൻഡിക്കേറ്ററിലോട്ട് പോകും. ഇൻഡിക്കേറ്ററിൽ 5 ലോസ് വരുന്ന സമയത്ത് തിരിച്ചും ഇൻഡിക്കേറ്ററിനെ കുറ്റം പറഞ്ഞിട്ട് പ്രൈസ് ആക്ഷനിലോട്ട് വരും. പ്രൈസ് ആക്ഷനിൽ വീണ്ടും വരുന്ന സമയത്ത് ഇതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് അഡ്വാൻസ്ഡ് SMC കൺസെപ്റ്റിലോട്ട് പോകും. അതും വർക്ക് ചെയ്യുന്ന സമയത്ത് നെക്സ്റ്റ് ഫേസിലോട്ട് പോകും. ഇതാണ് നോർമലി എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം. അവരുടെ സിസ്റ്റത്തിൽ വിശ്വസിക്കില്ല. എന്തുകൊണ്ട് വിശ്വസിക്കില്ല? ചെറിയ സാമ്പിൾ സൈസിൽ ചെറിയ ലോസ് വരുന്ന സമയത്താണ് അവർ വിശ്വസിക്കുന്നത്. ആക്ച്വലി ഇത് സത്യാവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കയ്യിലുള്ള ആ ഒരു സിസ്റ്റത്തിൽ ഒരു റിയൽ ചാൻസ് കൊടുത്തിട്ടില്ല എന്നാണ് അർത്ഥം. ഓക്കെ. ആൻഡ് അപ്പം ആ ഒരു 100 ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. പിന്നെ നമ്മൾ ട്രാക്ക് എവറി ട്രേഡ്, ഓരോ ദിവസത്തെയും ട്രേഡുകൾ ട്രാക്ക് ചെയ്യുക. ഞാൻ മാർക്കറ്റിലേക്ക് ഏകദേശം കഴിഞ്ഞ ഒരു 4 വർഷത്തോളമായിട്ട് ഫുൾ ടൈം ട്രേഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് അതിന് മുൻപ് ഏകദേശം ഒരു 3-4 വർഷത്തെ എക്സ്പീരിയൻസ് കൂടിയുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ ദിവസങ്ങളും ഇപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു ട്രേഡിംഗ് ജേർണൽ എന്നുള്ളത്. അപ്പോൾ മെയിൻറ്റെയിൻ എ ജേർണൽ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. ആൻഡ് ഓരോ ട്രേഡും നമ്മൾ 100 ട്രേഡിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ 100 ട്രേഡും നമ്മൾ ട്രാക്ക് ചെയ്തിരിക്കുക. ഒരു ട്രേഡിൻ്റെ എൻട്രി എക്സിറ്റ് ചെയ്യുക, സെറ്റപ്പ് എന്താണെന്ന് ചെയ്യുക, റീസൺ ചെയ്യുക, മിസ്റ്റേക്കുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷണൽ കാര്യങ്ങളുണ്ടെങ്കിൽ അതും നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. ആൻഡ് റിവ്യൂ എവറി 10 ട്രേഡ്സ്. ഓരോ 10 ട്രേഡ് ചെയ്യുന്നതിന് ശേഷം ഒന്ന് റിവ്യൂ ചെയ്യുക. റിവ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെയ്ത മിസ്റ്റേക്കുകൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ കറക്റ്റ് റൂളാണ് ഫോളോ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. റൈറ്റ്. പിന്നെ എന്താണ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യേണ്ടത്, ആ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം ഓരോ 10 ട്രേഡിലും അനലൈസ് ചെയ്യുന്ന സമയത്ത്. ആൻഡ് സ്റ്റിക്ക് ടു റൂൾസ് ഫോർ ഓൾ 100. ആ ഒരു 100 ട്രേഡിനും സെയിം റൂൾ തന്നെ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. റൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണോ നമ്മൾ റൂൾ ഫോളോ ചെയ്യുന്നത് അത് മസ്റ്റായിട്ട് ഓരോ ട്രേഡിനും ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ ആ ഒരു കണ്ടിന്യൂസ് ലേൺ ചെയ്തുകൊണ്ടിരിക്കുക, ഓരോ ട്രേഡിൽ നിന്നും ലേൺ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ. അപ്പം ഓരോ ട്രേഡുകളും നമ്മൾ ട്രാക്ക് ചെയ്യുക.
ആൻഡ് ബെനഫിറ്റ് ഓഫ് ദ റൂൾ. അപ്പോൾ ഈ ഒരു റൂള് നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ, ഒന്ന് ബിൽഡ് ഇമോഷണൽ റെസിലൻസ്. നമ്മൾ ഇമോഷണലി കുറച്ച് കോൺഫിഡൻ്റ് ആയിരിക്കും. നമ്മൾ ഏത് ട്രേഡിലും നമ്മൾ കൈകാര്യം ചെയ്യും, വളരെ സ്ട്രോങ് ആയിട്ട് കോൺഫിഡൻറ്റോട് കൂടി കൈകാര്യം ചെയ്യും എന്നുള്ളൊരു കോൺഫിഡൻറ്റ് നമുക്ക് അവിടെ കിട്ടും, നമ്മൾ കറക്റ്റായിട്ട് റൂൾ ഫോളോ ചെയ്യുന്ന സമയത്ത്. ഓക്കെ, ഈവൻ ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞിട്ട് എക്സാമ്പിൾ പറയുകയാണ്, വലിയ നഷ്ടങ്ങളിലോട്ട് വലിയ ഷാർപ്പായിട്ട് താഴോട്ട് പോകുന്ന സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് ലോസ് ബുക്ക് ചെയ്യാനുള്ളൊരു കോൺഫിഡൻറ്റ് നമുക്ക് അവിടെ കിട്ടും. എൻ്റെ എൻട്രി എടുത്തു കഴിഞ്ഞിട്ട് പ്രോഫിറ്റ് വരുന്ന സമയത്ത് കറക്റ്റ് പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്യാനുള്ളൊരു ഇമോഷണൽ കോൺഫിഡൻറ്റ് കിട്ടും. പിന്നെ ട്രേഡ് എടുക്കാൻ പല ആൾക്കാർക്കും പേടിയായിരിക്കും അല്ലേ, പല ആൾക്കാർക്കും നല്ലൊരു ട്രേഡ് വന്നിട്ടുണ്ട്, ബട്ട് എൻട്രി എടുക്കാനൊരു പേടി. ബട്ട് നമ്മൾ കണ്ട ട്രേഡ്സ് ഫോളോ ചെയ്ത് നമ്മളുടെ റിസ്ക് റിവാർഡും നമ്മളുടെ വിൻ റേറ്റൊക്കെ മനസ്സിലാക്കുകയാണെങ്കിൽ, ഈ ഒരു ട്രേഡർ, ഈ ഒരു 100 റൂൾ ഫോളോ ചെയ്ത ഒരു ട്രേഡർ ധൈര്യത്തോടെ ട്രേഡ് എടുക്കും. അവർക്കറിയാം ഇത് ജസ്റ്റ് ഒരു പ്രോബബിലിറ്റി ആണ്, ഇത് ചിലപ്പോൾ വിൻ ചെയ്യാം, ലൂസ് ചെയ്യാം, ബട്ട് ഇതെൻ്റെ സിസ്റ്റമാണ്, സോ ഞാനത് ട്രേഡ് എടുക്കും എന്ന രീതിയിലുള്ള ഒരു കോൺഫിഡൻറ്റ് വരും. യാതൊരു പേടി ഉണ്ടാകില്ല. ഓക്കെ, സോ ഫിയർ ഓഫ് ലൂസ് ഉണ്ടാകില്ല. ഫോമോ ട്രേഡിംഗ് ഒക്കെ അവോയ്ഡ് ചെയ്യും, കറക്റ്റായിട്ട് സിസ്റ്റം ഫോളോ ചെയ്യും. ഓക്കെ, ആൻഡ് ഗിവ്സ് യു ദ റിയൽ ഡാറ്റ ടു ഇംപ്രൂവ്. ഓക്കെ, അത് ഞാൻ എപ്പോഴും നല്ലൊരു വ്യക്തമായിട്ടുള്ളൊരു ഡാറ്റ നമുക്ക് കിട്ടും. എന്താണ് എൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ്, എന്താണ് എൻ്റെ വിൻ റേറ്റ്, എന്താണ് എൻ്റെ ലൂസ്, എൻ്റെ ഓൾസോ വിന്നിങ് കൺസിസ്റ്റൻസി ആയിട്ട് എത്ര വിന്നിങ് സ്ട്രീക്ക് വരും, എത്ര ലൂസിങ് സ്ട്രീക്ക് വരും, അങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ നമുക്കറിയാം. അപ്പോൾ നമ്മളെല്ലാം മാനേജ് ചെയ്യും. ആ ഒരു ഡാറ്റ നമ്മുടെ കയ്യിലുള്ളത് തന്നെ നമുക്കെല്ലാം മാനേജ് ചെയ്യുന്നുള്ളൊരു കോൺഫിഡൻറ്റ് വരും. ഹെൽപ്സ് യു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ എഡ്ജ് ആൻഡ് ലക്ക്. റൈറ്റ്, ലക്ക് വേഴ്സ് എഡ്ജ്, അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് ഈ ഒരു 100 ട്രേഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടും. ലക്ക് കൊണ്ട് എങ്ങനെ പ്രോഫിറ്റ് കിട്ടുന്നു, അതാണോ ശരിക്കുള്ള റിയൽ ആയിട്ടുള്ള കാര്യം, അതോ എഡ്ജ് ആണോ എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും, ഒരു ട്രേഡിങ് എഡ്ജ് ആണോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു റൂള് ഫോളോ ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുക. എനിക്കറിയില്ല ഇതെല്ലാവരും ഫോളോ ചെയ്യണമെന്നുള്ളൂ, ബട്ട് എൻ്റെ അതേ വൈബുള്ള ആൾക്കാർ, ഞാൻ മാർക്കറ്റിനെ കാണുന്ന പോലെ പല ആൾക്കാരും എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാരും ചെയ്യാറുണ്ട്, എൻ്റെ അതേ വൈബിലുള്ള ആൾക്കാരുണ്ട്. സോ അവർ ഡെഫിനറ്റ്ലി ഈ ഒരു റൂൾസ് ഫോളോ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം ഉണ്ടെങ്കിൽ, സ്റ്റോപ്പ് ജമ്പിങ് സ്ട്രാറ്റജീസ് ആഫ്റ്റർ 5 ലോസസ്. ഒരു ലോസ് വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ സ്ട്രാറ്റജി മാറ്റാതിരിക്കുക. കമ്മിറ്റ് ടു 100. കമ്മിറ്റ്മെൻറ്റ്, അത് വളരെ ഇമ്പോർട്ടൻ്റ്, ഒരു സ്ട്രോങ് വേർഡാണ് കമ്മിറ്റ്മെൻറ്റ് എന്നുള്ളത്. നമ്മൾ ടോട്ടലി കമ്മിറ്റ്മെൻ്റ് ആയിരിക്കാം. അത് വിത്തൗട്ട് റിസൾട്ട്, ചിലപ്പോൾ 100 ട്രേഡ് തരുന്ന സമയത്ത് ചിലപ്പം അത് എൻ്റെ ചിലപ്പം ലോസ് ആയിരിക്കാം, ബട്ട് സ്റ്റിൽ നിങ്ങൾ കമ്മിറ്റ്മെൻ്റ് ആണ്, നിങ്ങളുടെ കയ്യിലുള്ള സ്ട്രാറ്റജി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് എടുത്തിരിക്കുന്നത്, അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ദെൻ ഡിസൈഡ് ഇഫ് ഇറ്റ് വർക്ക്സ്. നിങ്ങൾ 100 ട്രേഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക വെദർ വർക്ക് ചെയ്യുകയോ അതോ വർക്ക് ചെയ്യില്ലയോ, എന്തൊക്കെ ഇമ്പ്രൂവ്മെൻ്റ് ആണ് ചെയ്യേണ്ടതെന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, സോ ഇന്ന് തന്നെ, അതായത് നെക്സ്റ്റ് ഡേ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. 100 ട്രേഡിംഗ് റൂൾ, 100 ദിവസം അല്ലെങ്കിൽ 100 ട്രേഡ്, 100 ദിവസമല്ല 100 ട്രേഡ്സ്. റൈറ്റ്, വേണമെങ്കിൽ കുറച്ചുകൂടി ചുരുക്കിയിട്ട് വേണമെങ്കിൽ ഒരു 50 ട്രേഡ് എന്ന രീതിയിലും എടുക്കാം. അത് ഡിപ്പെൻഡ്സ് ഓൺ നിങ്ങളുടെ പ്ലാൻ അനുസരിച്ചിട്ട്, അതിനനുസരിച്ച് ഫോളോ ചെയ്യുക. എങ്കിൽ മാത്രമേ നമുക്കൊരു ഡാറ്റ നമുക്ക് കിട്ടുള്ളൂ, ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് കിട്ടുള്ളൂ. അത് കിട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനും നമ്മളുടെ ക്യാപിറ്റൽ കൂട്ടാനൊക്കെ നമുക്ക് പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ ചുമ്മാ കയറി ലക്ക് ബേസിൽ കുറച്ച് പ്രോഫിറ്റ് എടുത്തിട്ട് നെക്സ്റ്റ് ഡേ ക്യാപിറ്റൽ കൂട്ടിയിട്ട് കാര്യമില്ലല്ലോ, അത് വീണ്ടും നഷ്ടങ്ങളിലേക്ക് പോവുകയുള്ളൂ. ഒരു റിയൽ സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് കിട്ടണമെങ്കിൽ ഇതുപോലുള്ളൊരു റൂൾ ഫോളോ ചെയ്യുക. ഓക്കെ, സോ അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. സോ ബൈ, താങ്ക് യു.